നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ LPG ഗ്യാസ് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. 45 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഒരു ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പല ആളുകൾക്കും ഇപ്പോൾ ഗ്യാസുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ബുക്കിംഗ് നമ്പറിലേക്ക് വിളിക്കുമ്പോൾ സ്ഥിരമായിട്ട് അത് എൻഗേജ്ഡ് ആണ്, മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ മറ്റ് വഴികളിൽ കൂടി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാം? ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. എങ്ങനെ തട്ടിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ് ഗ്യാസ്. ഒന്നിൽ കൂടുതൽ കുറ്റികൾ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ ഈ ഒരു ഗ്യാസ് കണക്ഷൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റ് വിറകടുപ്പുകളോ മറ്റു അടുപ്പുകളൊന്നും ഇപ്പോൾ നിലവിലില്ല. നിങ്ങളിപ്പോഴും വിറകടുപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും യുദ്ധം മൂലം നമുക്കിപ്പോൾ ഗ്യാസുകളുടെ ബുക്ക് ചെയ്യാനും അതിൻ്റെ വിതരണത്തിനെല്ലാം വളരെ രൂപത്തിലുള്ള തടസ്സങ്ങൾ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ഗ്യാസ് ബുക്കിങ്ങിനും മറ്റും ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ആ നമ്പർ പലപ്പോഴും എൻഗേജ്ഡ് ആണ്. നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ നിന്ന് മാത്രമാണ് നമുക്കത് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല പ്രാവശ്യം ചിലപ്പോൾ വിളിച്ചാൽ തന്നെ കിട്ടാറില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഗ്യാസാണോ ഉപയോഗിക്കുന്നത് ആ കമ്പനി ഔദ്യോഗികമായുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടി ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ ഒരുപാട് വാട്സപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് ലിങ്കുകൾ അയക്കുന്നത്. ഇങ്ങനെ ലിങ്ക് അയച്ചിട്ട് ഈ ലിങ്ക് വഴി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും OTP എല്ലാം നൽകാൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാൻ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ലിങ്ക് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം അടക്കാനുള്ള ആപ്പുകൾ വരെ അതിൽ കാണുന്നുണ്ട്. ഇതെല്ലാം ഹാക്ക് ചെയ്തപ്പെട്ട അല്ലെങ്കിൽ തട്ടിപ്പിൻ്റെ ആപ്പുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഔദ്യോഗികമായുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും, ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെയായിരുന്നു നമ്മൾ EKYC ചെയ്തിരുന്നതും. ഇങ്ങനെ EKYC ചെയ്ത ആളുകൾക്ക് സബ്സിഡി എല്ലാം അടുത്ത മാസങ്ങളിൽ തന്നെ വരുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചുവപ്പ് ഗ്യാസ് മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള കുറ്റമാണ്. അതെല്ലാം ഒരിക്കലും ചെയ്യുകയും ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെ